ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആലു ടിക്കി. ഇന്നും വൈകുന്നേരത്തെ പലഹാരത്തിന് ഒരു പ്രത്യേക തരം ആലു ടിക്കി. ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, അതിൻ്റെ ടിക്കി ഉണ്ടാക്കാൻ പോകുന്നു. ഇത് അതിനുള്ള സാധനങ്ങൾ: ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചിട്ട് വെച്ചത് 3 ഉരുളക്കിഴങ്ങ് ഇതുള്ള. പിന്നെ ഉള്ളി വഴറ്റാൻ, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില. ഇത് ഈ ടിക്കീൻ്റെ ആവശ്യത്തിനുള്ള ബ്രെഡ്, 3 പീസ് ബ്രെഡ്. ഇതൊക്കെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഗ്യാസ് ഓൺ ചെയ്ത് കുറച്ച് വെള്ളം, കാരണം ഈ സവാള ഇതാകേണ്ട വഴറ്റേണ്ട ഇതേ ഉള്ളൂ. നന്നായിട്ട് വഴറ്റണം. ഏകദേശം വഴറ്റി വരുന്നുണ്ട്. അധികം ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പച്ചപ്പ് പോവുകയോ കിട്ടും, സവാളേൻ്റെ പച്ചപ്പ്. ശകലം ഉപ്പിട്ടാൽ വഴറ്റാൻ പറ്റും. കൊണ്ടിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, അതെല്ലാം കേൾക്കാം, ഒരു നുള്ള്. പിന്നെ ഒന്ന് വീണ്ടും യോജിപ്പിക്കും. ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ച ആലു എടുത്തിട്ട് ഇതിലേക്ക് നല്ലോണം യോജിപ്പിക്കും. ഗ്യാസ് സിമ്മാക്കിയിട്ട് വേണം ആക്കാൻ, കാരണം ഓൾറെഡി ഇത് എല്ലാം യോജിച്ചിട്ടുണ്ട്. ആലും സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ യോജിച്ചു. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊരു പരന്നമാക്കി പാത്രത്തിൽ തണിയണം. ചൂടോടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആക്കാൻ പറ്റും. ടിക്കി ആക്കാൻ പൊട്ടിപ്പോകും. ഒന്ന് ഇത് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തണിഞ്ഞ്, ഉപ്പ് ഞാൻ ആദ്യം ഇട്ട ഉപ്പ് തന്നെ ഉണ്ടാകും. ഉപ്പുണ്ട് നന്നായിട്ട്. ഇനി ഈ ബ്രെഡ് ഒന്ന് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് അപ്പാട് തന്നെ എടുത്ത് നീക്കണം. ഒരു ബ്രെഡ്, 2 ബ്രെഡ്, 3 ബ്രെഡ്. ഈ 3 ബ്രെഡും കൂടി ഇനി നന്നായി ഇതിനെ കൈ കൊണ്ട് തന്നെ യോജിപ്പിക്കുക. നന്നായി
നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. തവ ചൂടാക്കാം. ചൂടായി കഴിഞ്ഞാൽ അങ്ങനെയൊന്ന് ഇതൊക്കെ എല്ലാം ഉരുളക്കിഴങ്ങെല്ലാം വെന്തതായതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നമില്ല. വേഗം തന്നെ ആവിയിൽ എണ്ണയിൽ എടുക്കാം. മുട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഇട്ടിട്ട് ശകല എണ്ണ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ മേലെ കൂടി എണ്ണ ഒന്നിങ്ങനെ ആക്കി കൊടുക്കും. ഏത് ഓയിലെടുത്താലും കുഴപ്പമില്ല. ഞാൻ പിന്നെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കൽ. എന്നിട്ടിങ്ങനെ എളുപ്പത്തിൽ കിട്ടും. മാവ് എന്തെങ്കിലും പറ്റിപ്പോയാലാണ് കിട്ടാണ്ട്. മാവിൽ എന്തെങ്കിലും കൂടുതലോ കുറവോ ആയാൽ പൊട്ടിപ്പോവും, കിട്ടൂല. ഇതുമാതിരി കിട്ടൂല, വിഷമായിരിക്കും. ഇപ്പൊ മാവെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ എടുക്കുമ്പോൾ ഇങ്ങനെ ചെതറിപ്പോലോ ആണ്. ഇപ്പൊ റെഡിയായിട്ട് ആകുന്നുണ്ട്. ഇതും കൂടി തിരിച്ചിടാം. കേട്ടോ, ഒന്നും പൊട്ടിപ്പോകാണ്ട് കിട്ടി. ഇത് റെഡിക്ക് കിട്ടി. കെട്ടാൽ മാവ് എല്ലാം കറക്റ്റായിരുന്നു. ആലു, സവാള, ബ്രെഡ് പീസ് എല്ലാം ലെവൽ കണക്കാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടിയത്. ഇല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞ് ഒന്ന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെതറിപ്പോവും. ഇത് നമുക്ക് ഒന്നും കൂടി തിരിച്ചിടുക. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചില സമയം ഡിന്നർ വരെ ആക്കിക്കളി. കുട്ടികൾ പറയും ഇത് രാത്രി പിന്നെ ആലു ടിക്കി ആക്കിയാൽ മതി. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ തൈര് ഒഴിച്ചിട്ട് കഴിക്കും. തൈര് മേലാക്കിയിട്ട് ഇങ്ങനെ പീസാക്കി സ്പൂൺ കൊണ്ട് കഴിക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. ഇതിലേക്ക് എളുപ്പമാണ്, ഒരു പണിയുമില്ല. എണ്ണ അധികം ഇല്ലാതാനും എണ്ണ പണിയേ ഇല്ല. ആലു ടിക്കി റെഡി.